അപ്പൊ പിള്ളേരെ വരൂ, എല്ലാരും ഓരോരോ കോപ്പി എടുത്ത് എന്റെ ടേബിളിൽ കൊണ്ടുവെക്കൂ. എല്ലാരും ഹോംവർക്ക് ചെയ്തില്ലേ? അതേ മേഡം, ഞങ്ങളെല്ലാം ചെയ്തു. പക്ഷേ ഈ ശ്യാം ഇവൻ ഹോംവർക്ക് ചെയ്തിട്ടില്ല. പക്ഷെ അതെന്താ അങ്ങനെ? ഷാമു, എന്തു പറ്റി? ഹോംവർക്ക് എന്താ ചെയ്യാത്തെ? പറയൂ. ഷാമു ഒന്നും മിണ്ടിയില്ല. ഇത് കണ്ട് മേഘ മാഡത്തിന് ദേഷ്യം വന്നു. മാഡം നേരെ അവന് ശിക്ഷ കൊടുക്കാനായി അവന്റെ കൈയെടുത്തപ്പോ ഞെട്ടിപ്പോയി. അവനോട് പറഞ്ഞു, അയ്യോ ഷാമു, നിന്റെ കൈക്കെന്താ പറ്റിയേ? ഈ തുണി എന്തിനാ കെട്ടിയിരിക്കുന്നത്? മേഡം, ഞാൻ പറഞ്ഞോട്ടെ? വേണ്ട, നീ മിണ്ടാതിരിക്കെ. ഞാൻ ഷാമുവിനോടല്ലേ ചോദിച്ചേ. ഷാമു മോനെ പറയൂ, എന്താ പറ്റിയത്? അതെ മേഡം, ഇന്ന് രാവിലെ സ്റ്റൗവിൽ റൊട്ടി ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കൈയൊന്ന് പൊള്ളിപ്പോയി. അതിന് നീ എന്തിനാ റൊട്ടി ഉണ്ടാക്കാൻ പോയത്? നിന്റെ അമ്മ എവിടെ പോയി? അമ്മയ്ക്കൊട്ടും സുഖമില്ല മേഡം. അച്ഛൻ ടൗണിലുമാണ്. പണം ഉണ്ടാക്കാൻ പോയതാ. അതുകൊണ്ട് ഞാനാ ഭക്ഷണം ഉണ്ടാക്കുന്നത്. പക്ഷേ ഇന്നെൻ്റെ കൈ പൊള്ളി. അതുകൊണ്ട് ഇന്നൊന്നും ഉണ്ടാക്കിയില്ല. ഷാമു പറഞ്ഞത് കേട്ട് മാഡത്തിന് സങ്കടം വന്നു. എന്തോന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, ഷാമു, ഇന്നാ ഈ പൈസ വെച്ചോ. നീ ഇന്റർവെൽ ആവുമ്പോ എന്തേലും പോയി വാങ്ങിച്ച് കഴിച്ചോണം. എങ്ങനെ കഴിക്കാനാ മേഡം? ഇവിടെ ഒന്നും കിട്ടില്ലല്ലോ. ആ കുട്ടി പറഞ്ഞത് സത്യമായിരുന്നു. സർക്കാരിന്റെ ആ സ്കൂൾ സ്ഥാപിച്ചിരുന്നത് ഒരു ഉൾഗ്രാമത്തിൽ, ജസോദാപൂർ ഗ്രാമം. അവിടെ ആൾക്കാർക്ക് സാധനം വാങ്ങിക്കാൻ ഒരുപാട് ദൂരം നടന്ന് പോവേണ്ടി വരുമായിരുന്നു. അതുകൊണ്ട് സ്കൂളിന്റെ അടുത്ത് ഒരു കടയോ ക്യാൻറ്റീനോ ഒന്നുമേ ഉണ്ടായിരുന്നില്ല. മേഘ മാഡത്തിന് ഇന്ന് രാമുവിന്റെ അവസ്ഥ കണ്ടിട്ട് സങ്കടം വന്നു. പൈസ കൊടുത്തിട്ടും പ്രയോജനം ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരിയുടെ ടിഫിൻ എടുത്ത് രാമുവിന് കൊടുത്തു. എന്നിട്ട് അവനോട് വളരെ സ്നേഹത്തോടെ പറഞ്ഞു, ഇന്നാ ഷാമു, നീ ഇത് കഴിച്ചോ. ആ പിന്നെ, നിന്റെ അമ്മയുടെ അസുഖം മാറുന്നവരെ നിന്റെ വീട്ടിലേക്ക് എല്ലാവർക്കും ഉള്ള ഭക്ഷണം ഞാൻ തന്നുവിടാം, കേട്ടോ? മേഘ മാഡം പറഞ്ഞത് കേട്ട് ഷാമുവിന് സന്തോഷമായി. അപ്പോഴേക്കും സ്കൂളിലെ ക്ലർക്ക് അവിടെ വന്ന് പറയും, ആ മേഡം, പ്രിൻസിപ്പൽ നിങ്ങളോട് ചെല്ലാൻ പറഞ്ഞു. ശരി, ഞാൻ ക്ലാസ് കഴിഞ്ഞ് വന്ന് സാറിനെ കണ്ടോളാം. അല്ല മേഡം, സാറ് നല്ല ദേഷ്യത്തിലാ. പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞു. പക്ഷെ ഞാനിപ്പോ ക്ലാസ് എടുക്കുകയല്ലേ. മേഘ അങ്ങനെ പറഞ്ഞ് ക്ലർക്കിനെ അവിടെ നിന്ന് അയച്ചു. അങ്ങനെ തികച്ച് 2 മാസം കഴിഞ്ഞ്, അപ്പൊ ഷാമു, ഇന്നലെ തന്ന ഹോംവർക്ക് ചെയ്തായിരുന്നോ? അതെ മേഡം, കഴിഞ്ഞു. സുമിത്, ഇമ്പോസിഷൻ എഴുതിയായിരുന്നോ? അതെ മേഡം. നല്ല കാര്യം. സ്കൂള് വിടാൻ പോവുകയാണ്. അതുകൊണ്ട് എനിക്ക് മാഗി ഉണ്ടാക്കണം. നിങ്ങൾ അപ്പോഴത്തേക്ക് എല്ലാം പഠിച്ചിരിക്കട്ടോ. അല്ല മേഡം, മാഗി ഉണ്ടാക്കാൻ ഞങ്ങൾ മേഡത്തെ സഹായിക്കട്ടെ? ഇല്ല ഇല്ല ഷാമു, നീ പഠിത്തത്തിൽ മാത്രം ശ്രദ്ധിക്ക്, ബാക്കി ഞാൻ ചെയ്തോളാം. ഇത് വല്ലാത്തൊരു കഷ്ടമാണ്. നന്നായി പഠിപ്പിക്കുന്ന ടീച്ചറിന് സ്കൂള് വിടേണ്ടി വന്നു. അതിനു പകരം ജീവിക്കാൻ വേണ്ടി ചെറിയൊരു മാഗി കട തന്നെ ഇടേണ്ടി വന്നു. അത് സത്യമാണ്. മേഘേനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരുന്നു. അതേ സ്കൂളിന്റെ പുറത്തു തന്നെ മാഗി വിൽക്കുന്ന കടയും. ആ കടയിൽ ഇന്റർവെൽ സമയത്തും സ്കൂള് വിടുന്ന സമയത്തും നല്ല തിരക്കായിരുന്നു. മേഡം, എനിക്കൊരു മാഗി തരൂ. മേഡം, എനിക്കും വേണം. മേഡം, എനിക്കൊരു 3 പ്ലേറ്റ് മാഗി തരൂ. ഓഹോ, ആ 3 പ്ലേറ്റും നീയാണോ തിന്നാൻ പോണേ? അല്ല മേഡം, ഒന്ന് എനിക്കും ഒന്ന് കനയ്യയ്ക്കും ഒന്ന് ഗോറിക്കുമാണ്. ഓ, എന്നാ ശരി ശരി. അങ്ങനെ മേഘ നേരത്തെ ഉണ്ടാക്കി വച്ചിരുന്ന മാഗി ഓരോ പ്ലേറ്റിലാക്കി പിള്ളേർക്കൊക്കെ കൊടുക്കും. കുറച്ച് നിമിഷം കൊണ്ട് തന്നെ ഉണ്ടാക്കിയ മാഗി മുഴുവൻ തീർന്നിരുന്നു. അപ്പോഴേക്ക് തന്നെ മേഘയുടെ കടയുടെ സൈഡിലായിട്ട് ഒരു കാറ് വന്നു നിന്നു. അതിൽ നിന്നും ഒരാൾ പുറത്തേക്ക് വന്നു. ഒരു പ്ലേറ്റ് മാഗി തരാമോ? സോറി സർ, നിങ്ങളൊരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാമോ? ഞാനിപ്പോ തന്നെ ഉണ്ടാക്കി തരാം. ഏയ്, ഒരു കുഴപ്പമില്ല. നിങ്ങൾ ഉണ്ടായിക്കോളൂ, ഞാൻ വെയിറ്റ് ചെയ്യാം. അയാളുടെ പേര് അഭിലാഷ് എന്നായിരുന്നു. മേഘ മാഗി ഉണ്ടാക്കണതും നോക്കി അയാൾ അവിടെ നിന്നു. അപ്പോഴാണ് താഴെ ഇരിക്കുന്ന പിള്ളേരെ കണ്ടത്. മേഘ ആഹാരം ഉണ്ടാക്കുന്നതിന്റെ കൂട്ടത്തിൽ പഠിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് കണ്ട് അഭിലാഷ് മേഘയോട് ചോദിച്ചു, ഈ കുട്ടികൾ സ്കൂളിൽ പോകുന്നില്ലേ? പോയിരുന്നു. പക്ഷേ പുതിയ സാറ് വന്നപ്പോൾ സ്കൂളിൽ പഠിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ മാഡത്തിൻ്റെ അടുത്തേക്ക് പഠിക്കാൻ വന്നത്. സുമിത്, മിണ്ടരുത്, പോയിരുന്ന് പഠിച്ചേ. സർ, ഇന്നാ നിങ്ങളുടെ മാഗി. മേഘ വിഴക്ക് കറയുന്നത് കേട്ട് അഭിലാഷിന് ഒന്നും പറയാൻ പറ്റിയില്ല സുമിത്തിനോട്. അയാൾ അവിടുന്ന് മാഗി കഴിച്ച് മേഘയ്ക്ക് അതിന്റെ പൈസയും കൊടുത്ത് അവിടെ നിന്ന് പോയി. മേഘ ഞെട്ടിപ്പോയി. കാരണം ആ വണ്ടി നേരെ പോയത് സ്കൂളിന്റെ അകത്തേക്കായിരുന്നു. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ചൊരു പ്രശ്നമില്ല സാർ. സാർ ഇങ്ങോട്ട് വരേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. സാറിനെ ആരോ തെറ്റായി ഇൻഫർമേഷൻ തന്നിരിക്കുക. തെറ്റും ശരി ഏതാണെന്ന് ഞാൻ കണ്ടെത്തിക്കോളാം പ്രിൻസിപ്പാളെ. എനിക്ക് നിങ്ങളുടെ സ്റ്റാഫ്സിനെയൊക്കെ ഒന്ന് കാണണം, പിന്നെ കുട്ടികളെ. അല്ല സാറേ, അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? സാറിൻ്റെ കൂടെ വീട്ടിലേക്ക് വരുന്നേ. സാറിന് വേണ്ടി ഒരു സ്പെഷ്യൽ ലഞ്ച് റെഡിയാക്കാം. അതിനുശേഷം ഞാനിവിടെ ലഞ്ച് കഴിക്കാനല്ല, ഈ സ്കൂളിൽ ഇൻസ്പെക്ഷന് വന്നതാണ് ചൗധരി. നിങ്ങൾ എന്നെ ജോലി ചെയ്യാൻ അനുവദിക്കണം, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് നല്ലതായിരിക്കില്ല. അഭിലാഷ ജില്ലയിലെ വിദ്യാഭ്യാസ മന്ത്രി തന്നെയായിരുന്നു. വന്നത് ഇൻസ്പെക്ഷന് വേണ്ടിയായിരുന്നു. മേഘയെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് ആഗ്രഹമായി. എന്നിട്ട്, എന്ത് സത്യമാണോ പറയുന്നത്?
ആ മാഗിക്കട നടത്തുന്ന ആൾ ഇവിടുത്തെ ടീച്ചറായിരുന്നു. അവരുടെ ജോലി കളഞ്ഞതാരാ? എന്തിന്? കുറേ നാളുകളായി മേഘ മാഡം ഈ വിഷയത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുകയായിരുന്നു സാർ. അങ്ങനെ ഒരു ദിവസം അതിൻ്റെ അവസാനം എത്തി. സർ, നിങ്ങളെന്നെ വിളിച്ചിരുന്നോ? വിളിച്ചത് അരമണിക്കൂർ മുമ്പായിരുന്നു. പക്ഷെ നിങ്ങൾ ഇപ്പോഴാണ് വന്നത്. നിങ്ങളുടെ ഈ അച്ചടക്കമില്ലായ്മ ഉണ്ടല്ലോ, നിങ്ങളെ ഞാൻ ജോലിയിൽ നിന്ന് പിരിച്ചുവിടേണ്ടി വരും. സർ, അതിന്റെ ക്ലാസ് എടുക്കുന്ന സമയമായിരുന്നു. ഞാൻ ക്ലാസ് വിട്ടിട്ട് ഇവിടെ വന്നിരുന്നെങ്കിൽ അത് ഇൻഡിസിപ്ലിൻ ആയി പോയേനെ. എനിവേ, സാറിന് എന്തെങ്കിലും പറയാനുണ്ടോ? പറയാനാണല്ലോ ഞാൻ ശ്രമിക്കുന്നത്, പക്ഷെ നിങ്ങൾ കേൾക്കുന്നില്ല. നോക്കൂ മേഘ, പറഞ്ഞ കാര്യം അംഗീകരിച്ച് ട്രാൻസ്ഫറിന് തയ്യാറായിക്കോളൂ. അല്ലെങ്കിൽ സർ, ഞാൻ സാറിനോട് എത്ര പ്രാവശ്യം പറഞ്ഞതാ എനിക്ക് ഇവിടുന്ന് പോവണ്ട എന്ന്. സാറിന്റെ ബന്ധുവിനോടെ കൊണ്ടുവരണമെങ്കിൽ വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ ഇട്ടോളൂ. ഇവിടുത്തെ പിള്ളേർക്കൊക്കെ എന്നെ ആവശ്യമുണ്ട്. ഞാൻ എന്തായാലും ഇവിടുന്ന് പോവില്ല. മേഘ മേഡം അത് സമ്മതിച്ചില്ല. പിന്നെ പ്രിൻസിപ്പാൾ മേഘ മേഡത്തെ മോഷണക്കുറ്റം ചുമത്തി ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. അല്ല, അതെങ്ങനെ? മോഷണത്തിന് എന്തെങ്കിലും തെളിവുണ്ടായിരുന്നോ? മേഘ എന്തുകൊണ്ട് പരാതിയൊന്നും പറഞ്ഞില്ല? എങ്ങനെ ചെയ്യാനാണ്? പ്രിൻസിപ്പാൾ ഭയങ്കര ബുദ്ധിമാനല്ലേ. സ്കൂളിൽ നിന്ന് കമ്പ്യൂട്ടർ മോഷ്ടിച്ചെടുത്ത് രാത്രി അത് മേഘ മേഡത്തിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചു. പിന്നെ ഗ്രാമത്തിലുള്ള ചിലർക്കെല്ലാം പൈസയൊക്കെ കൊടുത്ത് മേഘ മേഡത്തിനെതിരെ മൊഴിയെടുക്കുകയും ചെയ്തു. ഇനി പറയൂ സാർ, പാവം മേഘ മേഡം എന്ത് ചെയ്യാനാ? എന്നിട്ടും അവരുടെ മനസ്സൊന്ന് നോക്കൂ. ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചിട്ടും അവർ ഈ ഗ്രാമത്തെയും ഇവിടുത്തെ കുട്ടികളെയും വിട്ടു പോയില്ല. കുട്ടികൾ ഭക്ഷണത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്നത് കണ്ട് അവരൊരു മാഗി കടയും തുടങ്ങി വെച്ചു. ഗ്രാമത്തിലെ പാവപ്പെട്ട കുട്ടികളെ സൗജന്യമായി പഠിപ്പിക്കുകയും ചെയ്യുന്നു. സത്യാവസ്ഥ മുഴുവൻ അറിഞ്ഞപ്പോ അഭിലാഷിന് സങ്കടം തോന്നി. അഭിലാഷ് രണ്ടും കൽപ്പിച്ച് കാര്യം തീരുമാനിച്ചു. എന്നിട്ട് 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും, മിസ് മേഘ, ഇന്നു മുതൽ നിങ്ങളാണ് സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ. മിസ്റ്റർ ചൗധരിയും അയാളുടെ ആളുകളും സസ്പെൻഡഡാണ്. ഇന്നു മുതൽ നിങ്ങൾ മാഗിക്കട അവസാനിപ്പിച്ച് സ്കൂളിലേക്ക് വരണം. എനിക്ക് വേണ്ടി ചെയ്തു തന്നതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. പക്ഷെ സർ, മാഗിയുടെ കട നിർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഭക്ഷണം അത് പിള്ളേർക്ക് അത്യാവശ്യമല്ലേ. ഞാൻ ഈ കട സ്കൂളിന്റെ അകത്ത് ഒരു ക്യാൻറ്റീൻ്റെ രൂപത്തിൽ നടത്താൻ ആഗ്രഹിക്കുന്നു. അഭിലാഷ് സന്തോഷത്തോടെ അതിന് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ മേഘ ഗ്രാമത്തിൽ മാഗി ഉണ്ടാക്കുന്ന മാഡമായിട്ട് തന്നെ മാറി. ആ ഗ്രാമത്തിലെ പിള്ളേരുടെ ഭാവി ജീവിതം സുരക്ഷിതമാക്കാൻ അവൾ ഒരു വിട്ടുവീഴ്ചയും ചെയ്തില്ല. കുട്ടികളെ, മനുഷ്യന്റെ ദേഹത്തുള്ള ഏറ്റവും വലിയ എല്ലേതാണെന്ന് പറയൂ. ടെൽ മീ. കനിക മാം ഒരു ഗവൺമെന്റ് സ്കൂളിൽ ബയോളജി ടീച്ചറാണ്. അവർ ചോദിച്ച ചോദ്യത്തിന് എല്ലാ കുട്ടികളും മറുപടി ചിന്തിച്ചു. അപ്പോഴാണ് അവരുടെ നോട്ടം ലാസ്റ്റ് ബെഞ്ചിലിരുന്നിരുന്ന് തല ചൊറിഞ്ഞുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടിക്ക് നേരെ പോയത്. അവൾ ഒരുപാട് നേരം കഴിഞ്ഞ് ആൻസർ പറയാൻ കൈപൊക്കി. വാവ് ഗരിമ, നിനക്ക് ആൻസർ അറിയാമോ? യെസ് മാഡം. എന്നാൽ പറ. മാഡം, നമ്മുടെ ശരീരത്തിൽ നട്ടെല്ലാണ് ഏറ്റവും വലിയ എല്ല്. ആഹാ, വെരി ഗുഡ്. അതിനെന്താ വിളിക്കുന്നത്? മാഡം, അതിനെ സ്പൈനൽ കോഡെന്ന് വിളിക്കും. വെരി ഗുഡ് ഗരിമ. എല്ലാ കുട്ടികളും ചിന്തിക്കുകയായിരുന്നു. എന്നാൽ നീ തലയും ചൊറിഞ്ഞു ഉത്തരം പറഞ്ഞു. കനിക മാം പറയുന്നത് കേട്ട് കുട്ടികളെല്ലാവരും ചിരിച്ചു. അത് ഗരിമയ്ക്ക് അപമാനമായി തോന്നി. അവരങ്ങനെ എന്തു പറഞ്ഞിട്ടാണ് കുട്ടികൾ ചിരിച്ചതെന്ന് കനിക മാമിന് മനസ്സിലായില്ല. ഗരിമ വിഷമിച്ചു. അങ്ങനെ അടുത്ത ദിവസം, കുട്ടികളെ, ഒരു ഹെൽത്തി ഹ്യൂമൻ ബീയിങ്ങിന്റെ ഹാർട്ട് എത്ര തവണ ഇടിക്കുമെന്ന് പറയൂ. ഈ ചോദ്യത്തിനും കുട്ടികൾ ആലോചിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് ഗരിമ തലയും ചൊറിഞ്ഞ് അവളുടെ കൈപൊക്കിയത്. വാവ് ഗരിമ, വീണ്ടും നീയാണോ? ആൻസർ എന്താണെന്ന് പറയൂ. മാഡം, 60 to 100 ടൈംസ്. വെരി ഗുഡ് ഗരിമ, നിന്റെ ബ്രെയിൻ വളരെ ഫാസ്റ്റാണ് കേട്ടോ. കനിക മാം പുകഴ്ത്തിയത് കേട്ട് ഗരിമ സന്തോഷിച്ചു. അപ്പോഴാണ് ഒരു കുസൃതി ചെറുക്കൻ ഇങ്ങനെ പറഞ്ഞത്. അതെ, അവളുടെ മൈൻഡ് വളരെ ഫാസ്റ്റാണ്. എന്തുകൊണ്ടെന്നാൽ അവളുടെ തലയിൽ പേനും നല്ല ഫാസ്റ്റായിട്ടാണ് ഓടുന്നത്. ഇത് കേട്ട് ക്ലാസ്സിലുള്ള കുട്ടികളെല്ലാവരും വീണ്ടും ചിരിക്കാൻ തുടങ്ങി. ഇതെല്ലാം കനിക മാമും കേട്ടു. അവരാ കുസൃതി ചെറുക്കനെ ഒരുപാട് വഴക്കു പറഞ്ഞു. അപ്പോൾ അവർ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഗരീമയെ കണ്ടു. അവർ ഗരീമയെ സമാധാനപ്പെടുത്തി. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ സ്കൂളിൽ എക്സാം തുടങ്ങി. എന്നാൽ എല്ലാത്തിനും ഉത്തരം പറഞ്ഞുകൊണ്ടിരുന്ന ഗരീമ എക്സാമിന് 100ന് 40 എടുത്തത്. ആ മാർക്ക് കണ്ട് കനിക മാം ഷോക്കായി. അവർ ഗരീമയെ വിളിച്ചു വരുത്തി. ഗരീമേ, ഇതെന്താ മോളെ? നിനക്ക് എല്ലാ ചോദ്യത്തിനും ഉത്തരം അറിയില്ലേ? എന്നിട്ട് എക്സാമിന് എന്താ ഇത്രയും മാർക്ക് കുറവ്? സോറി മാം, ഇനി ഇങ്ങനെ സംഭവിക്കില്ല. നോക്ക്, കരയണ്ട. നിന്റെ പ്രോബ്ലം എന്താണെന്ന് പറ. നീ പഠിച്ചില്ലേ? മാഡം, ഞാൻ നന്നായി പഠിച്ചിരുന്നു. എനിക്ക് പഠിക്കുന്നത് ഇഷ്ടവുമാണ്. എന്നാൽ എന്താ? മാം,
എന്നെ ഈ പേൻ പഠിക്കാൻ വിടുന്നില്ല. എന്റെ തലയിൽ ഒരുപാട് പേനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ദിവസം മുഴുവനും ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇത് കാരണമാണ് എന്നോട് ആരും സംസാരിക്കാത്തത്. എന്റെ കൂടെ ആരും ഇരിക്കുന്നുമില്ല. എല്ലാവരും എന്നെ എപ്പോഴും കളിയാക്കും. ഗരീമ പറയുന്നത് കേട്ട് കനിക മാം ആദ്യമായി അവളെ നോട്ടീസ് ചെയ്യാൻ തുടങ്ങി. സത്യത്തിൽ അവളുടെ തലയിൽ ഒരുപാട് പേനുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അത് കൃത്യമായും മനസ്സിലായി. മോള് വിഷമിക്കണ്ട, എല്ലാം ശരിയാകും. നീ നിന്റെ പഠിത്തത്തിൽ ശ്രദ്ധ പുലർത്ത്. പിന്നെ അമ്മയും അച്ഛനെയും നാളെ സ്കൂളിലേക്കും കൊണ്ടുവാ. ഓക്കേ മാഡം. അടുത്ത ദിവസം കരീമ അമ്മയും അച്ഛനെയും സ്കൂളിലേക്ക് കൊണ്ടുവന്നു. നമസ്കാരം മാഡം. ആ നമസ്കാരം. ഗരീമയെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത്. നിങ്ങളുടെ മകൾ പഠനത്തിൽ മിടുക്കി കുട്ടിയാണ്. എന്നാൽ അവളുടെ കഷ്ടപ്പാടെല്ലാം പാഴായിപ്പോകുന്നു. അവൾ എങ്ങനെയൊക്കെ പാസ് മാത്രമാണ് ആകുന്നത്. അതെ മാഡം, ഗരീമ പറഞ്ഞിരുന്നു. അവളുടെ തലയിലെ പേന് കാരണം അവൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നു. ഗരീമ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും അവൾക്ക് തലയിൽ ചൊറിച്ചിലാണ്. അതിനുള്ളിൽ എക്സാമും അവസാനിക്കുന്നു. അവൾക്ക് എല്ലാം പറ്റുന്നുണ്ട്, എന്നാൽ അവൾക്ക് എഴുതാൻ പറ്റുന്നില്ല. ഇത് തന്നെയാണ് ഞാൻ നിങ്ങളോടും പറയാൻ വന്നത്. ഗരീമ അവളുടെ തല നല്ല ക്ലീനാക്കി വെക്കണം. നിങ്ങൾ വേണം ഇനി ഇതെല്ലാം ശ്രദ്ധിക്കാൻ. അല്ല മാഡം, അത് കാര്യമല്ല. തലയൊക്കെ നീറ്റാണ്, ഡെയിലി കുളിക്കുന്നു. എന്നാൽ ഈ പേൻ മാത്രം പോകുന്നതേ ഇല്ല. അവൾക്കിതൊരു അസുഖമാ. എന്ത് ചെയ്യണമെന്നേ അറിയില്ല. ഒരു കാര്യം നന്നായി ഓർത്തു വെച്ചോളൂ. ഇതങ്ങനെ വലിയ രോഗമൊന്നുമല്ല. വൃത്തിയില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങൾ കൊണ്ടും ഇങ്ങനെ നടക്കാം. മാഡം, ഞങ്ങൾ ഇതിനുവേണ്ടി ഡോക്ടറിന്റെ അടുത്തും കൊണ്ടുപോയിരുന്നു. അത് പിന്നെ ഡെർമറ്റോളജി. എനിക്ക് മനസ്സിലായി, ഡെർമറ്റോളജിസ്റ്റ്. എന്നിട്ട് എന്തായി? അയാളുടെ ഫീസും ട്രീറ്റ്മെന്റുമൊക്കെ കോസ്റ്റ്ലിയാ. അതുകൊണ്ടിപ്പോൾ പോകാറില്ല. ഞാനൊരു ചെറിയ കർഷകനാ. അത്രയും പണവും ഞങ്ങളുടെ കയ്യിലിപ്പോൾ ഇല്ല. നിങ്ങളൊരു കാര്യം ചെയ്യൂ. ഞാനൊരു അഡ്രസ് തരാം, നിങ്ങൾ അവിടെ പോയി കാണൂ. ഇദ്ദേഹവും ഡെർമറ്റോളജിയാണോ? അതെ അതെ, ഇദ്ദേഹവും അതാണ്. നല്ല ഡോക്ടറാ. എന്നാൽ മാഡം, ഇദ്ദേഹത്തിന്റെ ഫീസ്? വിഷമിക്കണ്ട, അദ്ദേഹം എന്റെ ഭർത്താവാ. നിങ്ങളിൽ നിന്ന് ഫീസ് വാങ്ങില്ല. ഇത് കേട്ടപ്പോൾ ഗരീമയുടെ അമ്മയ്ക്കും അച്ഛനും സന്തോഷമായി. അടുത്ത ദിവസം തന്നെ അവർ ഡോക്ടർ ആകാശിന്റെ അടുത്ത് പോയി. ആ ഡോക്ടർ സാർ, നമസ്കാരം. നമസ്കാരം. ഇവളുടെ മാഡമാണ് ഇവിടേക്ക് പറഞ്ഞയച്ചത്. ഓ, നിങ്ങളാണോ ഗരീമയുടെ അമ്മയും അച്ഛനും? നീയല്ലേ ഗരീമ? ആ യെസ് സാർ. വരൂ ഗരീമേ, ഇവിടെ വന്ന് ഇരിക്കൂ. നിന്റെ തലയ്ക്ക് എന്താണ് കുഴപ്പമെന്ന് നോക്കട്ടെ. ഡോക്ടർ ആകാശ് ഗരിമയുടെ തല നോക്കി ഇങ്ങനെ പറഞ്ഞു. ഇവിടെ നോക്കൂ, ഇത് അഴുക്ക് കൊണ്ട് പറ്റിയതല്ല. ഇതൊരു ഇൻഫെക്ഷനാണ്. സാധാരണ ഷാമ്പു കൊണ്ട് ഈ പേനുകളൊന്നും പോകില്ല. ഡോക്ടർ സാർ, എന്നാൽ ഇതിന് ട്രീറ്റ്മെന്റ് എന്താണ്? അയ്യോ, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കുറച്ച് മരുന്നും ലോഷനും ഞാൻ തരാം. അത് വെളിയിൽ നിന്ന് വാങ്ങണം. അവരോട് ഞാൻ പറഞ്ഞതാണെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ പണവും കുറച്ചേ വാങ്ങൂ. ഡോക്ടർ ആകാശും കനിക മാമും നല്ലവരാണ്. അവർ ഗരിമയെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിരുന്നു. ഇപ്പോൾ ഗരിമ സമയത്തിന് ടാബ്ലറ്റും എടുത്ത് തലയിൽ ലോഷനും പുരട്ടി. കുറച്ചുനാളുകൊണ്ട് എല്ലാം ശരിയായി മാറി. അങ്ങനെ കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ, നമസ്കാരം മാം. നമസ്കാരം ഗരിമേ, എങ്ങനെയുണ്ട്? ആഹാ, നിന്റെ മുടി നല്ലതുപോലെ ആയല്ലോ. യെസ് മാം. ഇപ്പോൾ നോക്കൂ, എന്റെ തലയിൽ ഒരു പേന് പോലുമില്ല. ഡോക്ടർ തന്ന മെഡിസിൻസ് ഒക്കെ നന്നായി പ്രവർത്തിച്ചു. അത് പിന്നെ എന്റെ ഹസ്ബൻഡല്ലേ. കനിക മാം പറയുന്നത് കേട്ട് ഗരിമ ഉറക്കെ ചിരിച്ചു. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വീണ്ടും എക്സാം വന്നു. ഇത്തവണ ഗരിമ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ച് എക്സാം നന്നായി എഴുതി. എക്സാം റിസൾട്ട് വന്നപ്പോൾ എല്ലാവരും ഷോക്കായി. എന്തുകൊണ്ടെന്നാൽ ഗരിമ ക്ലാസ്സിൽ ഫസ്റ്റ് വന്നിരുന്നു. ഇത്തവണ ക്ലാസ് ഫസ്റ്റ് വന്നിരിക്കുന്നത് ഗരിമയാണ്. അതും 98% മാർക്കോടെ. ആ സ്ഥലത്തെ സ്കൂൾ കുട്ടികളോടൊപ്പം അവരുടെ പാരന്റ്സും സ്കൂൾ സ്റ്റാഫ്സും ഉണ്ടായിരുന്നു. ഇത് കേട്ട് ഗരിമയുടെ അമ്മയുടെയും അച്ഛന്റെയും കണ്ണുകൾ നനഞ്ഞു. ഗരിമയും സന്തോഷത്തോടെ കരഞ്ഞുകൊണ്ടിരുന്നു. അവളുടെ അമ്മയും അച്ഛനെയും പോലെ തന്നെ അവൾക്കും ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ എല്ലാം ശരിയായി. ഇതെല്ലാം നിങ്ങൾ കാരണവും ആ ഡോക്ടർ കാരണവുമാണ് മാഡം നടന്നത്. ഒരുപാട് നന്ദി. അയ്യോ അല്ലെന്നേ, നിങ്ങളുടെ മകൾ വളരെ ബുദ്ധിശാലിയാണ്. അവൾക്കൊരു ചെറിയ ഹെൽപ്പ് മാത്രമേ വേണ്ടി വന്നുള്ളൂ. നിങ്ങൾ ഒന്നോർത്തും വിഷമിക്കണ്ട. അവൾ വളരെ നന്നായി പഠിച്ച് ജീവിതത്തിൽ മുന്നേറും. അതെ മാഡം, ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു. ഞങ്ങളുടെ ഗരിമ മോളും ഒരു നല്ല ഡെർമറ്റോളജിയാവും. അമ്മേ, ഡെർമറ്റോളജിയല്ല, ഡെർമറ്റോളജിസ്റ്റ്. ഇത് കേട്ട് അവിടെയുള്ളവർ എല്ലാവരും ഉറക്കെ ചിരിച്ചു. കനിക മാമും ഒരുപാട് സന്തോഷിച്ചു. എന്തുകൊണ്ടെന്നാൽ അവർ ചെയ്ത ചെറിയ ഉപകാരം കൊണ്ട്
ഒരു കൊച്ചുകുട്ടിയുടെ സ്വപ്നങ്ങൾ നിറവേറാൻ പോകുന്നു. Thanks for watching.